സകല സഹോദരീ സഹോദരന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യത്തെ ഡിവിഷൻ നാം പൂർത്തീകരിച്ച് അതിൻ്റെ രണ്ടാം ഡിവിഷനിലേക്ക് നാം പ്രവേശിക്കുകയുണ്ടായി. ഒന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ രണ്ടാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളിലാണ് നാം അതിനെ മുഖവര ശ്രദ്ധിക്കുകയുണ്ടായത്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ആ വിഷയങ്ങളാണ് ഒന്നാമത്തെ ആ ഡിവിഷനിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം രണ്ടാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ യെരുശലേം സഭ എന്ന വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാഗ്ദത്തമാം പരിശുദ്ധാത്മാവ് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന് അവരിലൂടെ പ്രവർത്തിക്കുന്ന ചരിത്രമാണ് രണ്ടാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ നാം ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നത്. അതിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യെരുശലേമിലെ സഭ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അന്നുണ്ടായിരുന്ന കർത്താവിൻ്റെ സഭ യെരുശലേമിലെ ആ പട്ടണത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ തുടർന്ന് പഠിക്കുവാൻ പോകുന്നത്. 4-ാമത്തെ എപ്പിസോഡിൽ ആ യെരുശലേം സഭയുടെ 1-ാമത്തെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 7 പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ് ഈ സഭയെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ആ 7 ക്വാളിറ്റികൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ 2 മുതൽ അതിൻ്റെ 8 വരെയുള്ള അധ്യായങ്ങൾ ഏകദേശം അതിൻ്റെ ടോപ്പിക്കുകൾ നമ്മൾ പൂർത്തീകരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ വേർഡ് ടു വേർഡ് സ്റ്റഡി അല്ല, എന്നാൽ ഓരോ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ കവർ ചെയ്യും. 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8-ന്റെ 3 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേം സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ശ്രദ്ധിക്കുകയുണ്ടായി. 2-ാമത്തെ വിഭജനത്തിലെ ആദ്യത്തെ വിഷയം അതാണ്. The Jerusalem church was a praying and praising church. പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു സഭയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി നാം ശ്രദ്ധിച്ചാൽ അവിടുത്തെ പ്രാർത്ഥനാ ജീവിതം പോലെ തന്നെ ആദ്യത്തെ സഭയാകുന്ന യെരുശലേം സഭ അവർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ യെരുശലേം പട്ടണത്തെ വളരെ ശക്തമായി ഇമ്പാക്റ്റ് ചെയ്യുവാൻ ദൈവം ആ സഭയെ ഉപയോഗിച്ചു. ഈ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ ദൈവമക്കൾ ഈ ദൂതുകൾ ഏറ്റെടുത്ത് നമ്മുടെ ഉള്ളിൽ വരേണ്ട ചിന്ത, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പട്ടണത്തെ കർത്താവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഇമ്പാക്റ്റ് ചെയ്യുവാൻ കഴിയും എന്ന ആശയമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതവും നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയും ദൈവവചനപ്രകാരം രൂപാന്തരപ്പെടേണ്ടതിനാണ് നമ്മൾ ഇങ്ങനെ ഈ പുസ്തകം ധ്യാനിക്കുന്നത്. പ്രാർത്ഥന അവരെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു. അതുപോലെ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ വിവിധ വേഴ്സുകൾ
വാക്യങ്ങൾ എടുത്ത് യെരുശലേം സഭയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവർ മെറ്റീരിയൽ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രാർത്ഥിച്ചത്. അവരുടെ പ്രാർത്ഥനകളെല്ലാം ഡിവൈൻ ഫോക്കസ് ആയിരുന്നു. ദൈവഹിതം നിറവേറുവാനും ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ചലിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായും ഒക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്. പലപ്പോഴും 21 ദിവസവും 40 ദിവസവും ഇങ്ങനെയൊക്കെയുള്ള ഉപവാസ പ്രാർത്ഥനകളും പ്രെയർ കോൺഫറൻസുകളും ഒക്കെ നമ്മൾ പലപ്പോഴും ക്രമീകരിക്കാറുണ്ട്. പലയിടങ്ങളിലും ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ കർട്ടനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മറ്റ് പല ചിന്തകളോടെയാണ് ആളുകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന കൂടിവരവുകളിൽ വരുന്നത്. ചിലർ മെറ്റീരിയൽ കാര്യത്തിന്, ചിലർ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിച്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലാണ് ഇന്ന് പലരും ഏർപ്പെടാറുള്ളത്. എന്നാൽ യെരുശലേം സഭ അങ്ങനെയല്ലായിരുന്നു. They were so focused on divine things. അതുകൊണ്ടാണ് ദൈവം അവരെ ശക്തമായി ഉപയോഗിക്കാൻ കാരണം. മെറ്റീരിയൽ കാര്യം അവർക്ക് വിഷയമേ അല്ല. ഇന്ന് ദൈവസഭകൾ അത്യാവശ്യം എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങൾ അവർക്കില്ലായിരുന്നു. വലിയ വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങളോ എയർ കണ്ടീഷൻഡ് മുറികളോ ലാപ്ടോപ്പുകളോ കമ്പ്യൂട്ടർ സംവിധാനങ്ങളോ വലിയ വലിയ PA സിസ്റ്റമോ ഭയങ്കരമായ ഇൻഫ്ലുവൻസുകളോ ഇതൊന്നും അവർക്കില്ലായിരുന്നു. പക്ഷേ അവർക്കുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അവർ പ്രാർത്ഥിച്ചു. സൂപ്പർനാച്ചുറലായി ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്ന് അവരെ ദൈവമേൽപ്പിച്ച ആ ദൗത്യം പൂർത്തീകരിക്കുവാൻ ശക്തീകരിക്കുന്നു. അവർ ആത്മാവിൻ്റെ ബലത്തോടെ യെരുശലേമിൽ ഇറങ്ങി ആ ദേശത്തെ സുവിശേഷീകരിക്കുന്നു. ഇന്നത്തെ ടെക്നോളജികൾ വേണ്ട എന്നല്ല ഞാനിവിടെ പറയുവാൻ ശ്രമിച്ചത്. ടെക്നോളജികൾ ഉള്ളത് നല്ലതാണ്. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി അത് കൃപയും കഴിവുള്ളവർ ഉപയോഗിക്കട്ടെ. എന്നാൽ അതുകൊണ്ട് മാത്രം ദൈവസഭകൾക്ക് വിജയമില്ല എന്ന സത്യം നാം ഇനിയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സഭയെ എംപവർ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടാതെ ദൈവസഭകൾക്ക് വിക്ടോറിയസ് ആയി പ്രവർത്തിപ്പാൻ സാധ്യമല്ല. ഗ്രേറ്റ് കമ്മീഷൻ ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭകളെ ഈ കാര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ വ്യക്തികളായും കോർപ്പറേറ്റായി സഭയായി പ്രാർത്ഥിച്ചാൽ ഈ കാലഘട്ടത്തിലും അന്നത്തെ പോലെ തന്നെ കർത്താവിന് പരിശുദ്ധാത്മാവിനെ അയക്കുവാൻ പ്ലാനുണ്ട്. ദൈവം അത് ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് ഈ എപ്പിസോഡിൽ യെരുശലേം സഭയുടെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. They were a preaching and teaching church. ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു യെരുശലേം സഭ. പ്രാർത്ഥനയ്ക്ക് ഇത്രയധികം പ്രയോറിറ്റി കൊടുത്ത സഭ ദൈവവചന ശുശ്രൂഷയ്ക്ക് അവർ പ്രാധാന്യത കൊടുത്തിരുന്നു. ദൈവവചന ശുശ്രൂഷയുടെ വേർഡ് മിനിസ്ട്രിയുടെ ഭാഗമാണ് പ്രസംഗവും ഉപദേശവും. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 23-ാം വചനം ശ്രദ്ധിച്ചാൽ
യേശു പ്രസംഗിക്കുകയും ചെയ്തു, ഉപദേശിക്കുകയും ചെയ്തു, രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. 3 കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നതിൽ 2 കാര്യം ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. യേശു ദൈവവചനത്തിന് പ്രാധാന്യത കൊടുത്തതുപോലെ തന്നെ ആദ്യത്തെ സഭയാകുന്ന യെരുശലേമിലെ സഭ ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യത കൊടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ എഴുതിയ ലൂക്കോസ് ദൈവവചന ശുശ്രൂഷയുടെ പ്രാധാന്യത ഈ പുസ്തകത്തിൽ ഉടനീളം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇതിൽ 19 പ്രസംഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 പ്രസംഗം പത്രോസിൻ്റേത്, 9 പൗലോസ്, 1 സ്തേഫാനോസ്, 1 യാക്കോബ്. അങ്ങനെ 19 സ്പീച്ചസ് ലൂക്കോസ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ 28 അധ്യായം അടങ്ങിയ ഈ പുസ്തകത്തിൻ്റെ ഏതാണ്ട് 25% ദൈവദാസന്മാരുടെ വചന ശുശ്രൂഷയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നോക്കൂ, ലൂക്കോസ് ദൈവവചന ശുശ്രൂഷയുടെ വിഷയം അതിന് ശക്തമായി ഊന്നൽ കൊടുക്കുന്നു. യെരുശലേം സഭയുടെ പ്രയോറിറ്റി വേർഡ് മിനിസ്ട്രി ആയിരുന്നു. പ്രാർത്ഥനയ്ക്ക് അവർ കൊടുത്ത പ്രാധാന്യത പോലെ തന്നെ വേർഡ് മിനിസ്ട്രിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. പത്രോസ് പ്രസംഗിച്ച 8 പ്രസംഗം ഞാനതിൻ്റെ റെഫറൻസ് അധ്യായങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1-ാം അധ്യായം, 2, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 10-ാം അധ്യായം, 11-ാം അധ്യായം, 15-ാം അധ്യായം. പൗലോസിൻ്റെ മെസ്സേജുകൾ അടങ്ങിയിരിക്കുന്നത് 13 മുതലാണ്. 13-ാം അധ്യായം, 14-ാം അധ്യായം, 17-ാം അധ്യായം, 20-ാം അധ്യായം, 28-ാം അധ്യായം, 22 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസിൻ്റെ 4 ഡിഫൻസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികാരികളുടെ മുൻപിൽ താൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്താൽ 9 മെസ്സേജുകൾ പൗലോസിൻ്റേത് നിങ്ങൾക്കവിടെ ശ്രദ്ധിക്കാൻ കഴിയും. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ 1-ാമത്തെ സഭയുടെ രക്തസാക്ഷിയായ സ്തേഫാനോസിൻ്റെ പ്രസംഗം അവിടെ ചേർത്തിട്ടുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരുശലേം കൗൺസിലിൽ യാക്കോബിൻ്റെ ഒരു മെസ്സേജ് ചേർത്തിട്ടുണ്ട്. ദൈവവചന ശുശ്രൂഷ എക്കാലത്തും ഉള്ള അനുഗ്രഹിക്കപ്പെട്ട സഭകളുടെ ഒരു ലക്ഷണമാണ്. ഇന്നും ദൈവം ഉപയോഗിക്കുന്ന സഭകൾ, കർത്താവ് ആഗ്രഹിക്കുന്ന ദർശനത്തിൽ നിൽക്കുന്ന സഭകൾ, അവർ ദൈവവചനത്തിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. ഇവിടെയും എനിക്ക് എടുത്തു പറയാൻ താല്പര്യമുള്ള ഒരു വിഷയം, പ്രാർത്ഥനയ്ക്ക് മെറ്റീരിയലായ കാര്യങ്ങൾ അവർ പ്രാർത്ഥിച്ചില്ല എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾ ഈ 19 മെസ്സേജുകൾ ശ്രദ്ധിച്ചാൽ, അത് നിങ്ങൾ വായിച്ചാൽ, അത് പഠിച്ചാൽ, അതിനകത്ത് ഒരു വാക്യം പോലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള മെസ്സേജുകളല്ലായിരുന്നു. ഭൗതിക നന്മകൾ തരും പ്രോസ്പിരിറ്റി ഗോസ്പലിൻ്റെ മെസ്സേജുകളല്ലായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ 19 പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ഈ അപ്പോസ്തലന്മാർ അവർ പണത്തിന് വേണ്ടി അല്ല പ്രസംഗിച്ചത്. ഏതെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചില്ല. അവരങ്ങനെയുള്ള ആശയങ്ങളല്ല പ്രചരിപ്പിച്ചത്. ദൈവത്തിങ്കലേക്ക് ജനത്തെ അടുപ്പിക്കുവാൻ യേശുക്രിസ്തുവിനെ അവർ ഉയർത്തി. അതാണ് വാസ്തവത്തിൽ ദൈവം അയക്കുന്ന ശുശ്രൂഷകർ ചെയ്യേണ്ടത്.
പലയിടങ്ങളിലെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കറിയാം, അപ്പോസ്തോലന്മാർ വെച്ച ആ മാതൃകയിൽ നിന്ന് വളരെയധികം പലരും മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, ബൈബിൾ പറയുന്ന മാതൃകയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ ആശയങ്ങളെ, ആ മെസ്സേജുകളെ നാം വളരെ സൂക്ഷിക്കേണ്ടതാണ്. യേശുക്രിസ്തു തൻ്റെ ന്യൂ ടെസ്റ്റമെന്റ് മിനിസ്ട്രിയിൽ കാഴ്ചവെച്ച അതേ പാറ്റേൺ ആണ് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ അപ്പോസ്തോലന്മാരും അവരുടെ ശുശ്രൂഷയിൽ അവരാവർത്തിക്കുന്നതായിട്ട് ദൈവവചനം വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മായമില്ലാത്ത വചനം ഇക്കാലഘട്ടത്തിൽ അതിൻ്റെ നിലയിൽ ഗൗരവത്തോടെ മായം ചേർക്കാതെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണത കുറഞ്ഞുപോയി എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് ദൈവവചന ശുശ്രൂഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. തന്നെ അനുഗമിച്ച അഥവാ തൻ്റെ ആത്മീക ശരീരമായിരിക്കുന്ന സഭ, ആദ്യ നൂറ്റാണ്ടിലെ സഭ വേർഡ് മിനിസ്ട്രിക്ക് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്നാൽ ഈ കാലഘട്ടത്തിൽ വരുമ്പോൾ പലർക്കും ആ ഗൗരവം അറിയാതെ ഒന്നുകിൽ വചനത്തോട് മായം ചേർത്ത് പ്രസന്റ് ചെയ്യുക, അല്ലെങ്കിൽ വചനം പറയാതെ തന്നെ ഇരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവണതകൾ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു പ്രാദേശിക സഭയുടെ സഭായോഗത്തിൽ എത്രമാത്രം ക്വാളിറ്റി ദൈവവചന ശുശ്രൂഷ ഉണ്ട് എന്ന് ദൈവമക്കൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ആ നിലവാരത്തിൽ നിന്ന് ഇന്നത്തെ ദൈവസഭകൾ വളരെ മാറിപ്പോയി. ചുരുക്കം ചിലയിടങ്ങളിൽ ദൈവവചന ശുശ്രൂഷ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയും ആ സഭയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ബിബ്ലിക്കൽ പാറ്റേൺ. എന്തുകൊണ്ടാണ് പലരും പാളാൻ കാരണം? ദൈവവചന ശുശ്രൂഷയോട് ശത്രുവായ പിശാചിന് വളരെ എതിർപ്പുണ്ട് എന്ന സത്യം ദൈവമക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിവിധ രീതികളിൽ പിശാച് പ്രവർത്തിച്ച് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ അതിൻ്റെ നിലയിൽ വെളിപ്പെടാതെ വണ്ണം സഭകൾ പാളിപ്പോകുന്നു. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന് 3-4 വാക്യങ്ങൾ ദൈവമക്കൾക്ക് നന്നായി അറിയാം. അന്ത്യകാലഘട്ടത്തിൽ കർണരസകരമായിരിക്കുന്ന മെസ്സേജുകൾ കേൾക്കുവാൻ ആളുകൾ താല്പര്യപ്പെടുമെന്നും അങ്ങനെയുള്ള പ്രസംഗികളെ പ്രോത്സാഹിപ്പിക്കും എന്നൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനം എത്രയോ നാളുകൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ആത്മാവ് പൗലോസിലൂടെ പറഞ്ഞതാണ്. ഒരിടത്ത് പ്രസംഗത്തിന് പ്രസക്തിയില്ല, മറ്റിടത്ത് സ്പിരിച്വൽ എൻ്റർടൈൻമെൻ്റായി ആളുകളെ സന്തോഷിപ്പിക്കുന്ന മെസ്സേജുകൾ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കാലഘട്ടത്തിലെ വളരെ ശക്തമായ പിശാചിൻ്റെ ഒരു പോരാട്ടമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ദൈവം ദൈവസഭകളിൽ ആഗ്രഹിച്ച നിലവാരത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലെ ദൈവസഭകൾ പലതും മാറിപ്പോകുന്നു എന്ന സത്യം ദൈവമക്കൾ തിരിച്ചറിയുകയും ഈ വന്നുപോയ പാളിച്ചയെ ദൈവമുൻപാകെ അനുദപിച്ച് മടങ്ങി വരേണ്ട കാലഘട്ടമായി. വചനം ജീവനുള്ളതാണ്, വചനം ദൈവത്തിൻ്റെതാണ്, വചനം ദൈവമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ജീവൻ അടങ്ങിയിട്ടുണ്ട്. വചനമാണ് നമ്മളെ വിടുവിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്?
1 പത്രോസ് 1:23, യാക്കോബിന്റെ ലേഖനം 1:18. കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താലാണ് നാം വീണ്ടും ജനിക്കുന്നത്. വചനം പറയാതെ, സുവിശേഷം കേൾക്കാതെ ഒരാളിൻ്റെയും ഹൃദയത്തിൽ വേദപുസ്തകം പറയുന്ന വിശ്വാസം ഉളവാകുകയില്ല. അതിനുശേഷം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ വചനത്താലാണ് പണിയപ്പെടേണ്ടത്. ദൈവവചനത്തിൻ്റെ ആ നെസസിറ്റിയും ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യതയും എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, യെരുശലേം സഭ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്തു, അവർ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്തു. യെരുശലേം സഭ ഒരു മോഡൽ ചർച്ചാണ്. യേശുക്രിസ്തുവിനെ കൃത്യമായി റിപ്രസെൻ്റ് ചെയ്ത ചർച്ചാണ് യെരുശലേമിലെ ചർച്ച്. ഇന്ന് പലപ്പോഴും റിപ്രസെൻ്റ് ചെയ്യേണ്ടതിന് പകരം നമ്മൾ മിസ്റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ദൈവവചന ശുശ്രൂഷയെ റീപ്ലേസ് ചെയ്യുവാൻ വേറെ ഒരു മിനിസ്ട്രിയുമില്ല. വചനത്തിൻ്റെ കേൾവിയാലാണ് യേശു ക്രിസ്തുവിൽ ആളുകൾ വിശ്വസിക്കേണ്ടത്. മാളികമുറിയിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമുണ്ടായി. ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ശുശ്രൂഷയ്ക്ക് ദൈവം അവരെ സജ്ജമാക്കുകയാണ്. ഇവിടെ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ നോക്കൂ, 2-ാമത്തെ അധ്യായത്തിന് 1 മുതൽ 4 വരെ പരിശുദ്ധാത്മ സ്നാനം അവരുടെ മേൽ കർത്താവ് നിവൃത്തിയാക്കിയ ശേഷം 5 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 13-ാം വാക്യം വരെ ആ ബാക്ക്ഗ്രൗണ്ടുകളെ ലൂക്കോസ് ഒന്ന് വിവരിക്കുകയാണ്. അവിടെ ആളുകൾ ഓടിക്കൂടിയതും അവർ ഈ ആത്മസ്നാനം കണ്ട് വളരെ അതിശയിച്ചിരിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിവരിച്ച ശേഷം 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിന്റെ 1-ാമത്തെ പ്രഭാഷണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ശുശ്രൂഷയ്ക്ക് നമ്മെ സജ്ജമാക്കുകയാണ്. ആത്മസ്നാനം അനുഭവിച്ച, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച ദൈവമക്കൾ വചന ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ ചിലരെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കൂടിവരവുകളിൽ അഭിഷേകം വളരെ ശക്തിയായി പോയതുകൊണ്ട് വചനം ശുശ്രൂഷിക്കുവാൻ പോലും സാധിക്കുന്നില്ല എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? സത്യമേതാണ്? ദൈവത്തിൻ്റെ വചനമല്ലേ സത്യം? അഭിഷേകം ഒരു പ്രത്യേക നിലയിൽ വളരെയധികം വർദ്ധിച്ചത് കൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ സാധിക്കാതെ പോകുന്നു. ബൈബിൾ പറയുന്ന സത്യം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങിയ മാളിക മുറിയിൽ അത് അനുഭവിച്ച പത്രോസ് 14-ാം വാക്യം മുതൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയല്ലേ അപ്പോസ്തലൻ ചെയ്തത്? അത് നിമിത്തമല്ലേ 3000 പേർ രക്ഷിക്കപ്പെട്ട് അവർ പിന്നീട് സ്നാനപ്പെട്ട് യേശു കർത്താവിൻ്റെ കൂടെ ചേർന്നത്? പത്രോസിന് ലഭിച്ച അഭിഷേകത്തെക്കാൾ വലിയ അഭിഷേകമാണോ ഇക്കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരിൽ വെളിപ്പെടുന്നത്? യേശുവിൻ്റെ മാതൃക ശ്രദ്ധിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-23 വാക്യങ്ങളിലല്ലേ കർത്താവിൻ്റെ മേൽ ആത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി ആവസിക്കുന്നത് നാം കണ്ടത്? കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ പിന്നീട് വചന ശുശ്രൂഷ ഉണ്ടായിരുന്നല്ലോ. അതോ ഇക്കൂട്ടർക്ക് കർത്താവിനേക്കാൾ വലിയ അഭിഷേകമാണോ? ആരെങ്കിലും ഇങ്ങനെയുള്ള ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വസിച്ച് നാം ബന്ധിക്കപ്പെടരുത്.
അഭിഷേകം ദൈവവചനം ശുശ്രൂഷിക്കുവാനാണ്, സത്യസുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരുന്നത്. എതിർപ്പുകളുടെ നടുവിൽ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രചരിപ്പിക്കേണ്ടതിനാണ് ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ ദാനമായി തരുന്നത്. അതോടൊപ്പം യഥാർത്ഥമായ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും പരിശുദ്ധാത്മാവ് വരുന്നത് നല്ല ചില ഫീലിങ്സ് തന്നേച്ച് പോകുവാനല്ല. തീർച്ചയായും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില പ്രത്യേക മാനിഫെസ്റ്റേഷൻസ്, അനുഭവങ്ങളൊക്കെ വന്നു എന്ന് വരാം. പക്ഷെ സഭയുടെ ഗോൾ അതല്ല. പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഉദ്ദേശം അതല്ല. പരിശുദ്ധാത്മാവ് വന്നത് സാക്ഷീകരിക്കാൻ ആവശ്യമാകുന്ന ശക്തി ആ വ്യക്തിയിൽ പകരുവാൻ വേണ്ടിയാണ്. ദൈവവചനം ഇതുപോലെ നാം സ്റ്റഡി ചെയ്ത് ധ്യാനിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ മാറുന്നത്. ഒരു പക്ഷെങ്കിൽ ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ ഇഗ്നറൻസ് നിമിത്തമായിരിക്കാം അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ദൈവവചനത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്നൂടെ നിങ്ങൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചപ്പോൾ ബെരോവയിലുള്ള വിശ്വാസികൾ ഇതങ്ങനെ തന്നെയാണോ എന്ന് തിരുവെഴുത്തുകളെ ദിനം പ്രതി പരിശോധിച്ചതുപോലെ ഏത് മെസ്സേജ് കേട്ടാലും, ബൈബിൾ ടീച്ചിങ് കേട്ടാലും, എന്ത് കേട്ടാലും തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ വിശേഷാൽ ഞാൻ ദൈവമക്കളെ ഓർമ്മപ്പെടുത്തും. അവർ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല പ്രസംഗിച്ചത്. അവരുടെ പ്രസംഗത്തിലെ പ്രധാന വിഷയം പ്രോസ്പെരിറ്റി, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി അല്ലായിരുന്നു. അഭിഷക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം മായം ചേർക്കാതെ അവർ പ്രസംഗിച്ചത്. അതിൽ ഒരു ക്വാളിറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഈ അപ്പോസ്തലന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ പ്രസംഗിക്കുന്ന ആ സമയം വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പാരമ്പര്യ യഹൂദന്മാരുടെ നടുവിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, നിങ്ങളുടെ മെസ്സയ്യയാണ് എന്ന് പറയണമെങ്കിൽ അത് അസാധാരണ ശക്തി അവരിൽ വ്യാപരിച്ചതാണ്. പത്രോസ് ഈ 14-ാം വാക്യം മുതൽ പ്രസംഗിക്കുന്നതിന് മുൻപ്, ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില ആഴ്ചകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ മനുഷ്യനാണ് പത്രോസ്. ആ മനുഷ്യൻ ഒരു ഡ്രമാറ്റിക് ചേഞ്ചിലുണ്ടായി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അകത്തെ മനുഷ്യനിൽ അസാധാരണ ധൈര്യമുണ്ടായി. അവരുടെ ഭീരുത്വമെല്ലാം മാറി. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ തക്കവണ്ണം അപ്പോസ്തോലനെ ശക്തീകരിച്ചത് ഉയരത്തിലെ ശക്തിയാണ്. പാരമ്പര്യ യഹൂദന്മാരെ അവർ കോൺഫ്രണ്ട് ചെയ്യുകയാണ്. നിങ്ങൾ ക്രൂശിച്ച യേശു നിങ്ങളുടെ മെസ്സയ്യയാണ്. ആ ബോൾഡ്നെസ് ആവർത്തിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രാഗൽഭ്യം എന്നൊരു വാക്ക് നിങ്ങൾ കാണും. ഇംഗ്ലീഷിൽ ബോൾഡ്നെസ്, ധൈര്യം, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തിയാലാണ് അവർ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചത്. അപ്പം ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് യെരുശലേം സഭ പ്രാധാന്യത കൊടുത്തു. ഇന്നത്തെ സഭകൾ പ്രാധാന്യത കൊടുക്കണം. പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ചർച്ച്, പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന സഭ. 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പ്രസംഗമാണ്. എന്നാൽ 42-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വന്നാൽ അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കൈക്കൊണ്ടു. അവ പ്രസംഗമുണ്ട്, ഉപദേശമുണ്ട്.
രണ്ടും വചന ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇത് തമ്മിൽ ഉള്ള വ്യത്യാസത്തെ ഞാൻ ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുകയാണ്. പ്രസംഗത്തിൽ ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവർ അകത്തേക്ക് വരുന്നു, അഥവാ സഭയോട് ചേരുന്നു. ഉപദേശത്തിൽ അവർ എസ്റ്റാബ്ലിഷ് ആകുന്നു. ടീച്ചിങ് മിനിസ്ട്രിയിലാണ് ഹൃദയത്തിനകത്ത് ദൈവവചന സത്യങ്ങളിൽ ഉറച്ച് അവർ ക്രിസ്തുവിൻ്റെ പക്വതയിൽ വളരുന്നത്. ഇത് രണ്ടും ഒരു ദൈവസഭയിൽ വെളിപ്പെട്ട് വരേണ്ടതാണ്. മഹാനിയോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് അവിടെ പറയുന്നത്, എല്ലായിടത്തും ശിഷ്യന്മാർ പോയി പ്രസംഗിക്കണം, യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യണം. ഇത് വിശ്വസിക്കുന്ന ആളുകൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. അതുകൊണ്ട് ശുശ്രൂഷ തീർന്നില്ല. സ്നാനപ്പെടുത്തി യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ച് എൻ്റെ ശിഷ്യരാക്കണം. പ്രസംഗവും ഉണ്ടായിരിക്കണം, ഉപദേശവും ഉണ്ടായിരിക്കണം. സഭയുടെ ഗോൾ ആളുകളെ കേവലം കൺവേർട്ട് ചെയ്യുക എന്നുള്ളതല്ല, അവരെ ശിഷ്യരാക്കുക. ടീച്ചിങ് ഇല്ലെങ്കിൽ ഒരിക്കലും ശിഷ്യത്വത്തിലേക്ക് ഒരാളും നടത്തപ്പെടുകയില്ല. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ലേണർ, പഠിക്കുന്നവൻ. അവരെ പഠിപ്പിക്കേണ്ട ചുമതല പ്രാദേശിക സഭയുടെ നേതൃത്വമാണ്. അപ്പോസ്തലന്മാർ അത് കൃത്യമായി ചെയ്തിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ദൈവവചന ശുശ്രൂഷയോടുള്ള നമ്മുടെ അപ്രോച്ചിന് സാരമായ മാറ്റമുണ്ടായി. വചന ശുശ്രൂഷ ഗൗരവമുള്ളതാണെന്നും വചന ശുശ്രൂഷയിലൂടെ വലിയ വിടുതൽ സംഭവിക്കുമെന്നും വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അകത്തെ മനുഷ്യന് പുഷ്ടി വരുന്നത് ദൈവവചനത്തോടു കൂടിയാണെന്നും ഉള്ള ആ ഒരു ഗൗരവമേറിയ സത്യം ഉൾക്കൊള്ളുവാൻ ശുശ്രൂഷകരും സഭാവിശ്വാസികളും എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. നമ്മൾ യെരുശലേം സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. യെരുശലേം സഭയുടെ രണ്ടാമത്തെ ക്വാളിറ്റി, അവർ പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. ഇത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ യെരുശലേം സഭയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പോയിൻ്റായിട്ടാണ് നമ്മൾ ഈ വചന ശുശ്രൂഷ എന്ന വിഷയത്തിൽ നിൽക്കുന്നത്. ഒരുമിച്ച് നമുക്ക് പത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗം ഒന്ന് ശ്രദ്ധിക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിലുകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അത് ശ്രദ്ധിക്കാം. എങ്കിലും പത്രോസ് പ്രസംഗിച്ച ആ 1-ാമത്തെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനം നടക്കുന്ന ആ ഒരു അനുഭവമാണ് ലൂക്കോസ് ചേർത്തിരിക്കുന്നത്. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കൊടിയ കാറ്റിൻ്റെ ശബ്ദം ഒക്കെ കേട്ട് ഓടിക്കൂടിയ ജനത്തെ വിവരിക്കുന്നു. ഏതാണ്ട് 15 കൂട്ടം ഭാഷക്കാർ അവിടെ എത്തിയതായി ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെരുശലേമിൽ ആ സമയത്ത് ആയിരക്കണക്കിന് റെസിഡൻസ് ഉണ്ട്. അതിനോട് ചേർന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് യഹൂദന്മാർ പെസഹ ആചരിക്കാനും പെസഹയ്ക്ക് ശേഷം 50 ദിവസം കഴിഞ്ഞാൽ വരുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുവാനും കടന്നു വന്നവരെ കൂടെ ചേർത്താൽ യെരുശലേമിൽ
ആയിരക്കണക്കിന് ആളുകൾ ആ സമയത്തുണ്ട്. അപ്പൊ ഈ ശബ്ദം കേട്ട് ഈ പാരമ്പര്യ യഹൂദന്മാർ ഓടിക്കൂടി. അവരുടെ കൂട്ടത്തിൽ 2:10 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ജാതികളിൽ നിന്നും യഹൂദ മതം സ്വീകരിച്ചവരുമുണ്ട്. അവരെല്ലാവരും കൂടെ ഓടിക്കൂടി കഴിഞ്ഞപ്പോൾ കൂടിയ ആളുകൾ രണ്ടായി തിരിയുന്നു. മാളിക മുറിയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം അവർക്കുണ്ടായത് എങ്കിലും ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടിയത് മാളിക മുറിയിലാവാൻ സാധ്യതയില്ല. ഒരു പക്ഷെങ്കിൽ ആ ടെമ്പിളിൻ്റെ പരിസരത്ത്, ആ കോർട്ട്യാർഡുകളിൽ എവിടെയാകാനാണ് സാധ്യത. കൂടി വന്നവർ രണ്ടായി തിരിയുകയാണ്. ഒരു കൂട്ടർ പറയുന്നത്, ഒക്കെ ഇത് ഗലീല പുരുഷന്മാരാണ്, പക്ഷെ നമ്മുടെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ യുദ്ധം നിമിത്തവും ഉപദ്രവ നിമിത്തവും പോയി പാർത്ത യഹൂദന്മാർ ആ വിവിധ ഇടങ്ങളിൽ അവർ സംസാരിച്ചിരുന്ന ഭാഷ ഗലീല പുരുഷന്മാരായ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങി. അത് അവർക്ക് ഭയങ്കര അമേസ്മെന്റ് ഉണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു, ഇതെങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നത്? കാരണം 15 ഭാഷകളിൽ അവർ സംസാരിക്കുകയാണ്. ഓരോരുത്തർ ഓരോ ഭാഷ സംസാരിക്കുന്നു. ഈ വരുന്നവർക്കെല്ലാം അത് മനസ്സിലാകുകയാണ്. ഒരു കൂട്ടർ അങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നു. വേറൊരു കൂട്ടർ 13 വാക്യത്തിൽ പറയുന്നത്, ഇവർ പുതിയ വീഞ്ഞു കുടിച്ചതാണ് എന്ന് പറഞ്ഞ് അവർ അത് കളിയാക്കുന്നു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലെ പത്രോസിന്റെ 1-ാമത്തെ പ്രസംഗം. കളിയാക്കുന്നവർക്ക് ന്യായമായ മറുപടി പറഞ്ഞുകൊണ്ടാണ് പത്രോസ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. ആ വിഷയങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡ് വിശദീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. പരിശുദ്ധാത്മ പ്രവൃത്തി ഉൾക്കൊള്ളാൻ ഒരു കൂട്ടർ തയ്യാറായി. കൃത്യമായി എന്താണ് എന്നവർക്കറിയത്തില്ലെങ്കിലും അവർ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അതിനെ കളിയാക്കുന്നു. ആത്മപ്രവൃത്തിയെ എക്കാലത്തും കളിയാക്കുന്നവരുണ്ട്. അറിവില്ലായ്മ നിമിത്തം കളിയാക്കുന്നവരുണ്ട്. അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കുന്നവരും കളിയാക്കുന്നവരുമുണ്ട്. അറിവില്ലായ്മ നിമിത്തം ഒരുപാട് അബദ്ധങ്ങൾ ആളുകളിൽ വരാറുണ്ട്. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മറിയയും യോസഫും വിവാഹ നിശ്ചയം ചെയ്തു. ആ സമയത്താണ് മറിയ ഗർഭിണിയാണ് എന്നുള്ള വാർത്ത യോസഫിന് മനസ്സിലായത്. വളരെ രഹസ്യത്തിൽ മറിയയെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി യോസഫ്. താൻ നീതിമാനായതുകൊണ്ട് വളരെ രഹസ്യമായ കാര്യം ചെയ്യുവാൻ താൻ താല്പര്യപ്പെട്ടു. എന്താണ് യോസഫ് അങ്ങനെ താല്പര്യപ്പെട്ടത്? കാരണം പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് യോസഫിന് അറിയില്ല. തൻ്റെ ഭാര്യയാകാൻ പോകുന്നവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന യോസഫിനോട് സ്വർഗത്തിലെ ദൈവം അടിയന്തരമായി ഇടപെട്ടു. ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ സംശയങ്ങൾ മാറി. ഹോളി സ്പിരിറ്റിന്റെ പ്രവൃത്തിയാലാണ് മറിയ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന സത്യം ഒരു ഡിവൈൻ എൻകൗണ്ടറിൽ തനിക്ക് മനസ്സിലായപ്പോൾ താൻ മറിയെ പിന്നത്തിൽ ചേർത്തുകൊണ്ടു. അറിവില്ലായ്മ നിമിത്തം പരിശുദ്ധാത്മ പ്രവൃത്തിയെ വിമർശിക്കുന്നവരുണ്ട്. അറിവില്ലായ്മയാണെങ്കിൽ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് ആത്മപ്രവൃത്തിയെ തിരസ്കരിക്കുന്ന ആളുകളുണ്ട്. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവണതയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവസഭ
വിനയത്തോടെ വിധേയപ്പെടട്ടെ. പരിശുദ്ധാത്മ സ്നാനത്തിനായി നമ്മുടെ ഉള്ളിലൊരു വാഞ്ച വരട്ടെ. ആത്മസ്നാനം നടന്നാൽ ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ആ ദൈവശക്തിയുടെ പ്രദർശനമാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൽ 14 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. കർത്താവ് അതിനായി നമ്മളെ എല്ലാവരെയും ഒരുക്കട്ടെ. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയെ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ ഇത്ര ഗൗരവമായി മനസ്സിലാക്കി കാണുകയില്ല. പക്ഷെ ദൈവവചനം നിങ്ങൾ ധ്യാനിച്ചാൽ ദൈവവചന ശുശ്രൂഷ യെരുശലേം സഭയുടെ ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയിൽ ടോപ്പ് പ്രയോറിറ്റി ആയിരുന്നു. വചനം പ്രഘോഷിക്കുവാനാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ ദൈവം അഭിഷേകം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വചനത്തെ ഉറപ്പിക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഒക്കെ നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുവാനൂടെയാണ്. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നാം ശ്രദ്ധിക്കും. ദൈവവചനത്തെ ലാഘവമായി കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ അറിവില്ലായ്മ നിമിത്തം ആത്മപ്രവൃത്തിയെ നാം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ തിരുസന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചു പോയി എന്ന് വചന ശുശ്രൂഷയിൽ ബോധ്യമായവർക്ക് അങ്ങ് കൃപയും കരുണയും കൊടുക്കണമേ. ദൈവവചനം പഠിക്കുവാനും ദൈവവചനം പ്രഘോഷിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരുടെ മേലും അതിശക്തിയോടെ കടന്നു വന്ന് അവരെ സജ്ജമാക്കണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്താൽ അവർ സൗഖ്യമാകണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കരത്തിനായി സ്തോത്രം, വിടുവിക്കുന്ന കരത്തിനായി സ്തോത്രം. മഹത്വം കർത്താവിനെ മാത്രം ഞങ്ങൾ അർപ്പിക്കും. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.